അറിയാനുള്ളത് കെ മുരളീധരന്റെ വകുപ്പുകളിലെ തീരുമാനം അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ടി സിദ്ദീഖിന്റെ വകുപ്പ്, OJ ജനീഷിന്റെ വകുപ്പ്, ഈ 3 മന്ത്രിമാരുടെ കാര്യത്തിലുള്ള വകുപ്പിന്റെ കൃത്യതയാണ് ഇനി പ്രധാനമായും നമുക്ക് വരേണ്ടതുള്ളത്. അനൂപ് ജേക്കബും അതെ, അതിനകത്തൊരു ധാരണയായിട്ടുണ്ട് നൗഫൽ. അത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ് കെ മുരളീധരൻ എന്നാണ് നമുക്ക് അതെ ആ വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന് തന്നെ നൽകാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അതിനകത്ത് മാറ്റമുണ്ടാവുന്നില്ല. സ്പോർട്സ് വകുപ്പല്ല, കെ മുരളീധരൻ കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് തീരുമാനം. ന്യൂനപക്ഷ ക്ഷേമവും ഹജ്ജും എൻ ശംസുദ്ദീൻ നൽകുന്നു. പൊതുവിദ്യാഭ്യാസത്തിനൊപ്പം ന്യൂനപക്ഷ ക്ഷേമവും ഹജ്ജും എൻ ശംസുദ്ദീന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി എടുക്കുന്നു. അങ്ങനെ 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. കെ മുരളീധരൻ കേരളത്തിന്റെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ട് വരികയാണ്. 2 പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വകുപ്പ്. ആദ്യ സർക്കാരിന്റെ കാലത്ത് കുറെ കയ്യടി കിട്ടിയ വകുപ്പാണ് ആരോഗ്യവകുപ്പ്. 2ാം സർക്കാരിന്റെ കാലത്ത് വിമർശനങ്ങളേറെ ഏൽക്കേണ്ടി വന്ന വകുപ്പ്. ആദ്യ സർക്കാരിന്റെ കാലത്ത് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന വകുപ്പാണ് ദേവസ്വം വകുപ്പ്. 2ാം സർക്കാരിന്റെ കാലത്ത് വലിയ വിമർശനങ്ങൾ അതുപോലെ തന്നെ ഏൽക്കേണ്ടി വന്ന വകുപ്പ് തന്നെയാണ് ദേവസ്വം വകുപ്പ്. 10 വർഷത്തെ കാലത്തിനിടയിൽ കഴിഞ്ഞ 2 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള 2 വകുപ്പുകൾ, അത് ആരോഗ്യവും ദേവസ്വവും, അത് കെ മുരളീധരന് മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. എൻ ശംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം മാത്രമല്ല നൽകിയിരിക്കുന്നത്, ന്യൂനപക്ഷ ക്ഷേമം, ഹജ്ജ് വകുപ്പുകൾ കൂടി നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് OJ ജനീഷിന്റെയും ടി സിദ്ദീഖിന്റെയും അനൂപ് ജേക്കബിന്റെയും വകുപ്പുകൾ കൂടിയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. മുരളീധരന്റെ വകുപ്പിൽ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ആരോഗ്യം, ദേവസ്വം നേരത്തെ പറഞ്ഞിരുന്ന വകുപ്പുകൾ തന്നെയാണ് മുരളീധരന് വന്നിരിക്കുന്നത്. ഇനി അറിയേണ്ടത് OJ ജനീഷിനും ടി സിദ്ദീഖിനും. OJ ജനീഷിന് സ്വാഭാവികമായും കായിക വകുപ്പ് വരാനുള്ള, യുവജനക്ഷേമം വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ടി സിദ്ദീഖിന് ഏത് വകുപ്പാണ് ബാക്കിയുള്ളത്? ടി സിദ്ദീഖ് കൃഷിമന്ത്രിയായിട്ട് വരും എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ വരെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ആ വകുപ്പ് ഇതുവരെ ആർക്കും നൽകിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ടി സിദ്ദീഖ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അല്ലെങ്കിൽ വിവരം. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. OJ ജനീഷിന് യുവജനക്ഷേമം ഉണ്ടാകും. അതിനൊപ്പം തന്നെ സ്പോർട്സ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ഒരു യുവാവ് തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ സ്പോർട്സ് കൂടി OJ ജനീഷിലേക്ക് എത്തിച്ചേരും. അങ്ങനെ 2 വകുപ്പുകളുടെ കാര്യം, 2 മന്ത്രിമാരുടെ കാര്യത്തിലാണ് അതിനകത്ത് തീരുമാനം വരാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് ഭക്ഷ്യവകുപ്പായിരിക്കും അനൂപ് ജേക്കബിന് നൽകുക എന്നുള്ള തീരുമാനമാണ് ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള മാറ്റിമറിച്ചിലുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സ്ഥിരീകരിച്ച് നൽകാതിരിക്കുന്നത്. കേരളത്തിന്റെ ഭക്ഷ്യമന്ത്രി എന്തായാലും പറവൂർ MLA ആയ അനൂപ് ജേക്കബ് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക്. പിറവ MLA ആയ അനൂപ് ജേക്കബ് തന്നെ, പെട്ടെന്ന് സ്ഥലം മാറിപ്പോയതാ, അനൂപ് ജേക്കബ് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. OJ ജനീഷിന് യുവജനക്ഷേമവും സ്പോർട്സും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കൃഷിമന്ത്രിയായിട്ട് ടി സിദ്ദീഖും ഉണ്ടാകും. അങ്ങനെ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇന്ന് രാവിലെ തന്നെ തീരുമാനമെടുക്കുക, അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിജ്ഞാപനം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കേരളത്തിന് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം അത് ഔദ്യോഗികമായിട്ട് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് പുറത്തു വരും. നൗഫൽ, യെസ്, മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായിരിക്കുന്നു. നമ്മൾ വ്യക്തത വന്ന എല്ലാ മന്ത്രിമാരുടെയും വകുപ്പുകൾ നമ്മൾ ഇതാ ഓൺ സ്ക്രീനിൽ നൽകി കഴിഞ്ഞു. ഇനി ടി സിദ്ദീഖ്, OJ ജനീഷ്, അനൂപ് ജേക്കബ്, ഈ 3 മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലുള്ള വ്യക്തതയാണ് വരാനുള്ളത്. ടി സിദ്ദീഖിന് കൃഷിയും, OJ ജനീഷിന് കായികവും യുവജനക്ഷേമവും, അനൂപ് ജേക്കബിന് ഭക്ഷ്യവും, ഈ 3 വകുപ്പുകൾ തന്നെ ആവാനാണ് സാധ്യത.